Hello friends, welcome to another lecture of Make Mechanical Simple. See, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്നുള്ള സബ്ജക്റ്റിൽ നിന്നും മൊഡ്യൂൾ 2ന്റെ ഒരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കൺവെക്ഷൻ ആണ് മൊഡ്യൂൾ 2ൽ നമുക്ക് വരുന്നത്. So these are the topics I am going to discuss today. The first one is classification and second one is general procedure to solve any convection problem and third one is how to use data book effectively, and after that we will be discussing some problems as well. Okay, so if you are new to my channel, consider subscribing and click the bell icon for getting further updates, and don't forget to share it with your friends so that they can also learn online. See, first of all we are going to discuss the classification of convection. ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ പറയാൻ കാരണം ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാന്നുള്ളതുകൊണ്ടല്ലോ, ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇവിടെ കൺവെക്ഷനെ കുറിച്ച് നമുക്കൊരു ജനറൽ അവയർനെസ് വേണം. കൺവെക്ഷൻ എത്ര ടൈപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് എത്ര വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ക്ലാസിഫിക്കേഷൻ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കൺവെക്ഷനെ നമുക്ക് ജനറലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആൻഡ് നാച്ചുറൽ കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഫ്രീ കൺവെക്ഷൻ. ഇനി ഫോഴ്സ്ഡ് കൺവെക്ഷനെ അഗെയിൻ വി ക്യാൻ സബ് ഡിവൈഡ് ഇൻ ടു എക്സ്റ്റേണൽ ഫ്ലോ ആൻഡ് ഇൻറ്റേർണൽ ഫ്ലോ. അപ്പോൾ ആ പേര് തന്നെ അതെന്താണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ്, അല്ലെങ്കിൽ ഫ്ലോ ഓവർ എ സിലിണ്ടർ, അല്ലെങ്കിൽ ഫ്ലോ ഓവർ എ സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കേസും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ വി ഹാവ് എക്സ്റ്റേണൽ ഫ്ലോ ആൻഡ് ഇൻറ്റേർണൽ ഫ്ലോ. ഇൻറ്റേർണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ ത്രൂ ട്യൂബ്സ് ആൻഡ് പൈപ്സ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഇനിയും അഗെയിൻ എക്സ്റ്റേണൽ ഫ്ലോനെയും ഇൻറ്റേർണൽ ഫ്ലോനെയും നമുക്ക് രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. അതെന്താണ്? ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫ്ലൂയിഡിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഇൻറ്റേർണൽ ഫ്ലോനെയും നമുക്ക് ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോഴ്സ്ഡ് കൺവെക്ഷനെ നമുക്ക് ഇത്രയും കാറ്റഗറീസ് വരാം. ഓക്കെ, ഇപ്പോൾ എക്സ്റ്റേണൽ ഫ്ലോ തന്നെ നമുക്ക് മൂന്ന് കേസുകളുണ്ട്. പ്ലേറ്റ് വരാം, സിലിണ്ടർ വരാം, സ്ഫിയർ വരാം. അതിൽ തന്നെ നമുക്ക് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏത് കേസ് വന്നാലും നമുക്ക് ഡാറ്റാ ബുക്കിൽ അതിൻ്റെ ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു നാച്ചുറൽ കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷനെ അഗെയിൻ നമുക്ക് ഇതേപോലെ ലാമിനാർ ആൻഡ് ടർബുലൻറ്റ് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ നാച്ചുറൽ കൺവെക്ഷൻ്റെ കേസിലും നമുക്ക് വെർട്ടിക്കൽ പ്ലേറ്റ് വരാം, ഹൊറിസോണ്ടൽ പ്ലേറ്റ് വരാം, അതേപോലെ സിലിണ്ടർ വരാം, സ്ഫിയർ വരാം. ഓക്കെ, ഇത്തരം കേസുകളൊക്കെ നാച്ചുറൽ കൺവെക്ഷൻ്റെ കേസിലും വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഏത് ഏരിയയിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ജനറൽ പ്രൊസീജിയർ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ഉണ്ടല്ലോ, കൺവെക്ഷൻ ഭയങ്കര പാടാന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ശരിക്കും ഡാറ്റ ബുക്ക് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ കൺവെക്ഷനാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മൊഡ്യൂൾ. See, next we are going to discuss the general procedure to solve any convection problem. Okay, so the very first step after reading a convection problem is to determine the category. Okay, whether it is forced convection or natural convection. അപ്പോൾ ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെങ്കിൽ വെലോസിറ്റി വിൽ ബി ഗിവൺ. ഓക്കെ, നാച്ചുറൽ കൺവെക്ഷൻ ആണെങ്കിൽ അവിടെ വെലോസിറ്റി തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വൺസ് നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ നാച്ചുറൽ കൺവെക്ഷൻ ആണ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്റ്റേണൽ ഫ്ലോ ആണോ ഇൻറ്റേർണൽ ഫ്ലോ ആണോ എന്ന് ഡിസൈഡ് ചെയ്യണം. വൺസ് എക്സ്റ്റേണൽ ഫ്ലോ ആണോ ഇൻറ്റേർണൽ ഫ്ലോ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഈ ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് രണ്ട് കേസ് ആണെങ്കിലും. ഓക്കെ, ഹിയർ ലാമിനാർ ഫ്ലോ ആണോ ടർബുലൻറ്റ് ഫ്ലോ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, അത് എക്സ്റ്റേണൽ ഫ്ലോൻ്റെ കേസിലും ഇൻറ്റേർണൽ ഫ്ലോൻ്റെ കേസിലും റെയ്നോൾഡ്സ് നമ്പറിൻ്റെ റേഞ്ച് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ നാച്ചുറൽ കൺവെക്ഷനിലും നമുക്ക് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, see, there are lot of dimensionless quantities in heat and mass transfer. You can find all these numbers in page number 1112 of the data book. ഓക്കെ, അപ്പോൾ എല്ലാ നമ്പേഴ്സും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നും 1 by 1 ആയിട്ട് വായിക്കുന്നില്ല. ഓക്കെ, ഇതെല്ലാം ഓരോ കേസിലാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇതിൽ നമുക്ക് കൺവെക്ഷൻ ഏതൊക്കെ നമ്പേഴ്സാണ് ആവശ്യമുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് ഞാനിവിടെ ബ്ലാക്ക് ടിക്കറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഗ്രാഷോഫ് നമ്പർ. ഗ്രാഷോഫ് നമ്പർ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാച്ചുറൽ കൺവെക്ഷൻ ആണ്. ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. സെക്കൻഡ് വൺ നസൾട്ട് നമ്പർ. ഇത് എല്ലാ കൺവെക്ഷനും നമുക്ക് ആവശ്യമുള്ളതാണ്. നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ സിഗ്നിഫിക്കൻസും ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് പ്രാൻഡറ്റൽ നമ്പർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് എല്ലാ കൺവെക്ഷനിലും ആവശ്യമായിട്ടുള്ളതാണ്. റെയ്നോൾഡ്സ് നമ്പർ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 4 നമ്പേഴ്സുമാണ് നമുക്ക് മേജറായിട്ട് കൺവെക്ഷനിൽ ആവശ്യമായിട്ട് വരിക. ഓക്കെ, അതിൻ്റെ പുറമേ ഇവിടെ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ബയോട്ട് നമ്പർ ഓൾറെഡി നമ്മൾ ലംബ്ഡ് പാരാമീറ്റർ അനാലിസിസിൽ കണ്ടതാണ്.
ആൻഡ് ഹിയർ യു ക്യാൻ ഫൈൻഡ് ഷിമിറ്റ് നമ്പർ, ഷെർവുഡ് നമ്പർ, സ്റ്റാൻഡേർഡ് നമ്പർ. ഈ മൂന്നെണ്ണം നമുക്ക് മാസ് ട്രാൻസ്ഫറിൽ ആവശ്യമായിട്ടുള്ളതാണ്. മാസ് ട്രാൻസ്ഫറിലും നമുക്ക് പ്രോബ്ലത്തിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ടു കൺവെക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ കൺവെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസ് ട്രാൻസ്ഫറിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനും സുഖമാണ്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ പ്രൊസീജിയർ, നമുക്ക് ജനറലി ഏതൊരു കൺവെക്ഷൻ പ്രോബ്ലത്തിൻ്റെ കേസിലും നമുക്ക് യൂഷ്വലി നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ ഹീറ്റ് ട്രാൻസ്ഫർ കാണാനായിരിക്കും, ഇല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എച്ച് കാണാനായിരിക്കും. അത് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഉണ്ട്, അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ പറയാം. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷനിൽ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും, അത് എച്ച് ബാർ ആയിരിക്കും. ഓക്കെ, സോ ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ദിസ് ഈസ് നത്തിങ് ബട്ട് ദി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊരു കൺവെക്ഷൻ പ്രോബ്ലത്തിലും നമുക്ക് യൂഷ്വലി കണ്ടുപിടിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. വി ഹാവ് ടു ഫൈൻഡ് എച്ച് ഫ്രം ദി നെസൽട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ നെസൽട്ട് നമ്പർ എവിടെ നിന്നാണ് കിട്ടുക? എച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെസൽട്ട് നമ്പർ വേണം. ഓക്കെ, നെസൽട്ട് നമ്പർ വിൽ ബി എ ഫങ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് പ്രാൻഡറ്റൽ നമ്പർ. ഓക്കെ, നെസൽട്ട് നമ്പറിന് ഒരു ഫിക്സ്ഡ് ഇക്വേഷൻ ഇല്ല. ഓക്കെ, ദ ജനറൽ ഫോർമാറ്റ് ഓഫ് നെസൽട്ട് നമ്പർ ഈസ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് പ്രാൻഡറ്റൽ നമ്പർ. അഥവാ റെയ്നോൾഡ്സ് നമ്പറിലും പ്രാൻഡറ്റൽ നമ്പറിലും ഉള്ളൊരു ഇക്വേഷൻ ആയിരിക്കും എന്ത്? നെസൽട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഇക്വേഷൻ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കേസസ്. ദാറ്റ് മീൻസ് നാച്ചുറൽ കൺവെക്ഷനിൽ നമുക്കൊരു ഇക്വേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ആയിരിക്കും. ലാമിനാർ ഫ്ലോ ആണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ആയിരിക്കും, ടർബുലൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ആയിരിക്കും. ലാമിനാർ തന്നെ നമുക്ക് കോൺസ്റ്റൻറ്റ് വോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു ഇക്വേഷൻ ആണ്, അതിൽ തന്നെ നമുക്ക് കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ആയിരിക്കും. സ്ഫിയർ ആണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാവും, സിലിണ്ടർ ആണെങ്കിൽ വേറെ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നെസൽട്ട് നമ്പറിൻ്റെ ജനറൽ ഫോർമാറ്റാണിത്. ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് പ്രാൻഡറ്റൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഓരോ കേസിലും ഈ നെസൽട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡാറ്റാ ബുക്കിലുണ്ട്, അത് ഡാറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മേജർ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി റെസ്റ്റ് ഓഫ് ദി പ്രൊസീജിയർ ഈസ് സെയിം. അപ്പോൾ ഇവിടെ നമുക്ക് നെസൽട്ട് നമ്പർ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം റെയ്നോൾഡ്സ് നമ്പർ കാണണം. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ റോ യു എൽ ബൈ മ്യൂ എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഈ റോനെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യു എൽ ബൈ ന്യൂ, അഥവാ കൈനമാറ്റിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി ബൈ റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി കിട്ടും. ഇതന്നെ നമുക്ക് ഇപ്പോൾ സിലിണ്ടർ അല്ലെങ്കിൽ സ്ഫിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഡയമീറ്റർ ആണ് യൂസ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ലെങ്ത്. അപ്പോൾ നമുക്ക് യു ഡി ബൈ ന്യൂ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ നമുക്ക് അവിടുന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഇക്വേഷൻ ഡാറ്റാ ബുക്കിലുണ്ട് കേട്ടോ. പ്രാൻഡറ്റൽ നമ്പർ നമുക്ക് ഡാറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്, സി പി മ്യൂ ബൈ കെ. ഓക്കെ, അപ്പോൾ ഈ റെയ്നോൾഡ്സ് നമ്പർ, പ്രാൻഡറ്റൽ നമ്പർ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതിലെ ഇക്വേഷൻസിലുള്ള ഓരോ ടേമും നമുക്ക് കണ്ടുപിടിക്കണം. അഥവാ സി പി വേണം, നമുക്ക് മ്യൂ വേണം, കെ വേണം. റെയ്നോൾഡ്സ് നമ്പറിൽ നമുക്ക് ന്യൂ ഉണ്ട്, വെലോസിറ്റി ലെങ്ത് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും, അത് ഡാറ്റാ ബുക്ക് നല്ല കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് നെസൽട്ട് നമ്പറിൻ്റെ ഇക്വേഷനിൽ ആരുണ്ട്? കെ വേണം. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ ഡാറ്റാ ബുക്കിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. കെ, ന്യൂ, സി പി, മ്യൂ, ഇത്രയും പ്രോപ്പർട്ടി വാല്യൂസ് നമ്മൾ എവിടെ നിന്നാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഡാറ്റാ ബുക്കിൽ നിന്നാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഓൾ പ്രോപ്പർട്ടീസ് ഷുഡ് ബി ഇവാലുവേറ്റഡ് അറ്റ് മീൻ ടെമ്പറേച്ചർ. അഥവാ നമുക്ക് സർഫസ് ടെമ്പറേച്ചറും ഫ്രീ സ്ട്രീം ടെമ്പറേച്ചറും തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള മീൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവറേജ് ടെമ്പറേച്ചറിനാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി വാല്യൂസ് ഡാറ്റാ ബുക്കിൽ എവിടെയാണ് അവൈലബിൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ പ്രോപ്പർട്ടി വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേജ് നമ്പർ 22 മുതലാണ് കേട്ടോ. ഈ പേജ് നമ്പേഴ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പേജ് നമ്പർ 22-ൽ യു ക്യാൻ ഫൈൻഡ് ദി പ്രോപ്പർട്ടീസ് വാല്യൂസ് ഓഫ് വാട്ടർ, അമോണിയ, ആൻഡ് ഇഫ് യു മൂവ് ഫോർവേഡ് യു ക്യാൻ ഫൈൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലിസറിൻ, സൾഫർ ഡയോക്സൈഡ്. ഇതിൽ നമുക്ക് വാട്ടർ ഒരു കോമൺ ഫ്ലൂയിഡാണ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇവിടെ വേറെ കുറേ ലിക്വിഡ്സ് തന്നിട്ടുണ്ട്. ഇവിടെ എൻജിൻ ഓയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചില പ്രോബ്ലത്തിൽ നമുക്ക് എൻജിൻ ഓയിൽ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ പ്രോപ്പർട്ടി വാല്യൂസ് തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വി ഹാവ് ഗിവൺ ഡെൻസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, തെർമൽ ഡിഫ്യൂസിവിറ്റി, പ്രാൻഡറ്റൽ നമ്പർ, സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി. ഇതിൽ തെർമൽ ഡിഫ്യൂസിവിറ്റി മാത്രമേ നമുക്ക് വേണ്ടാത്തതുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് വേണം പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പേജ് വി ഹാവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഡ്രൈ എയർ. പേജ് നമ്പർ 34 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡ്രൈ എയറിൻ്റെ പ്രോപ്പർട്ടി വാല്യൂസ് ആണ്. കാരണം നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ഫ്ലൂയിഡാണ് എയർ. ആൻഡ് സ്റ്റീമിൻ്റെ ഇവിടെ ഉണ്ട്, സ്റ്റീമും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റീമിൻ്റെ പേജ് നമ്പർ 39-ലാണുള്ളത്. അപ്പോൾ യു ഷുഡ് ഹാവ് ആൻ അവെയർനെസ് ഓഫ് ദി ഡാറ്റ ബുക്ക്. ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ആരാണ്? അത് റെയ്നോൾഡ്സ് നമ്പറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. ഫോഴ്സ്ഡ് കൺവെക്ഷൻ്റെ കേസിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ആണ് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രയാണ് അതിൻ്റെ വാല്യൂ എന്നൊക്കെ നമ്മൾ ഡാറ്റ ബുക്കിൽ തന്നിട്ടുണ്ട്, അതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി നാച്ചുറൽ കൺവെക്ഷൻ്റെ കേസിലാണെങ്കിൽ ദ പ്രൊഡക്റ്റ് ഓഫ് GR ആൻഡ് PR. ഓക്കെ, ഗ്രാഷോഫ് നമ്പറിൻ്റെയും പ്രാൻഡട്ടൽ നമ്പറിൻ്റെയും പ്രൊഡക്റ്റാണ് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ, ഇതും ഡാറ്റ ബുക്കിൽ തന്നിട്ടുണ്ട്, പക്ഷേ ചിലപ്പോൾ നിങ്ങളത് മിസ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് റെയ്നോൾഡ്സ് നമ്പറും പ്രാൻഡട്ടൽ നമ്പറൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് ദി വാല്യൂ ഓഫ് പ്രോപ്പർട്ടി വാല്യൂസ്. ഓക്കെ, പ്രോപ്പർട്ടി വാല്യൂസ് അറിഞ്ഞാലേ നമുക്ക് റെയ്നോൾഡ്സ് നമ്പറും പ്രാൻഡട്ടൽ നമ്പറൊക്കെ കാണാൻ പറ്റുള്ളൂ. പ്രോപ്പർട്ടി വാല്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മീൻ ടെമ്പറേച്ചർ ആദ്യം കാണണം. അപ്പോൾ മീൻ ടെമ്പറേച്ചർ കണ്ടതിന് ശേഷം നമുക്ക് ഈ പ്രോപ്പർട്ടി വാല്യൂസ് ഡാറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഡാറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻ്റർപോളേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ഫൈൻഡ് നസൾട്ട് നമ്പർ. നസൾട്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ കിട്ടും. എച്ചിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കാണാം. ഇതാണ് ഏതൊരു കൺവെക്ഷൻ പ്രോബ്ലത്തിൻ്റെയും ഒരു ജനറൽ പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ കാറ്റഗറി മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ആര് മാത്രമേ മാറത്തുള്ളൂ? നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി റെസ്റ്റ് ഓഫ് ദി പ്രൊസീജിയർ ഈസ് സെയിം ഇൻ ഓൾ ദി കേസസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ കേസിലും നമുക്ക് നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസാണ്. ഇവിടെ കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ നമുക്ക് ബൗണ്ടറി ലെയറിൻ്റെ ഇക്വേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ബൗണ്ടറി ലെയർ അതുപോലെ ഷിയർ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് ഓരോ കേസിലും നസൾട്ട് നമ്പർ എങ്ങനെ കാണാമെന്നുള്ളത് പറയാം. ബൗണ്ടറി ലെയറിൻ്റെ പ്രോബ്ലം നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുണ്ട് ലാമിനാർ ഫ്ലോ ഓൺ ഐഡൻറ്റിഫൈ ആണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ റേഞ്ച് എത്രയെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 5 × 10⁵. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അതിനെ ലാമിനാർ ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി കോൺസ്റ്റൻറ്റ് വാൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇതാണ് നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ആണ്. ഇതാണ് കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച പ്രോബ്ലം, കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സിൻ്റെ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നസൾട്ട് നമ്പറിന് ഈ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ടർബുലൻറ്റ് ഫ്ലോ. ഇപ്പോൾ ഇവിടെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, എല്ലാം ഒന്നും നോക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേക്കുക. ഫ്ലാറ്റ് പ്ലേറ്റിൽ ടർബുലൻറ്റിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബൗണ്ടറി ലെയറിൻ്റെ ഇക്വേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ റേഞ്ച് ഇവിടെ ആദ്യം തന്നിട്ടുണ്ട്. 5 × 10⁵ മുതൽ 10⁷ വരെയാണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ റേഞ്ച്. ആ റേഞ്ചിലാണ് നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുക. ഇനി ഫസ്റ്റ് ഇതിൽ കേസ് ഫുള്ളി ടർബുലൻറ്റ് ഫ്രം ലീഡിങ് എഡ്ജ്. ഫുള്ളി ടർബുലൻ്റ് ആണെങ്കിൽ നമുക്ക് നസൾട്ട് നമ്പറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതേപോലെ ഫ്ലാറ്റ് പ്ലേറ്റ് ടർബുലൻറ്റ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 1.04 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ലാമിനാർ ടർബുലൻറ്റ് കമ്പൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ലാമിനാർ ടർബുലൻറ്റ് കോൺസ്റ്റൻറ്റ് വാൾ ടെമ്പറേച്ചർ. ലാമിനാർ ടർബുലൻറ്റ് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, എല്ലാ നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷനിലും ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് PR ആൻഡ് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പറിൻ്റെയും PRൻ്റെയും ഫങ്ഷൻസ് ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ നെക്സ്റ്റ് പേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് സിലിണ്ടേഴ്സ്, ഫ്ലോ അക്രോസ് സിലിണ്ടർ. ഓക്കെ, അപ്പോൾ സിലിണ്ടറിൻ്റെ ഇക്വേഷനും അതോടെ ഒരു കോൺസ്റ്റൻറ്റ് C തന്നിട്ടുണ്ട്. ഈ C നമ്മൾ ഓരോ റെയ്നോൾഡ്സ് നമ്പറിനും എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അഥവാ Cയും M ഒക്കെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു RED⁴M എന്ന് കണ്ടു. അപ്പോൾ ഈ രണ്ട് കോൺസ്റ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ടേബിളായിട്ട് തന്നിട്ടുണ്ട്. യു ടേൺ പേജസ്, ഫ്ലോ ഓവർ സ്ഫിയേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്ലോ ഓവർ സ്ഫിയേഴ്സ് ഈ ഇക്വേഷൻ വെച്ചിട്ട് സാധാരണ ഒരു ബൾബിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഫ്ലോ. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സ്റ്റേർണൽ ഫ്ലോ ആണ്.
നെക്സ്റ്റ് നമുക്കുള്ളത് ഇൻറ്റേർണൽ ഫ്ലോ ആണ്. ഇൻറ്റേർണൽ ഫ്ലോയിൽ ട്യൂബ്സിൽ ലാമിനാറിൻ്റെ കേസാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷൻസ് ഓരോ കേസിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, എനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഓരോ കേസിനനുസരിച്ചിട്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഇനി ട്യൂബ്സിൽ തന്നെ ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ഇപ്പുറത്താണ് തന്നിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് നാച്ചുറൽ കൺവെക്ഷനാണ്. നാച്ചുറൽ കൺവെക്ഷൻ സ്റ്റാർട്ട്സ് ഫ്രം പേജ് നമ്പർ 135. ഓക്കെ, 135 വെർട്ടിക്കൽ സർഫസ്. നാച്ചുറൽ കൺവെക്ഷനിൽ വെർട്ടിക്കൽ സർഫസും വരാം, ഹൊറിസോണ്ടൽ സർഫസൊക്കെ വരാം. ഓക്കെ, ഇപ്പോൾ വെർട്ടിക്കൽ സർഫസിൽ ഇവിടെ ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് കാണാനുള്ള ഇക്വേഷനൊക്കെ ഉണ്ട് കേട്ടോ. നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ ജി ആറിൻ്റെയും പി ആറിൻ്റെയും പ്രൊഡക്റ്റാണ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ജി ആർ ആൻഡ് പി ആർ. ഓക്കെ, മറ്റേ കേസിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് പി ആർ ആയിരുന്നു. അതാണ് നാച്ചുറൽ കൺവെക്ഷനും ഫോഴ്സ്ഡ് കൺവെക്ഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇവിടെ റെയ്നോൾഡ്സ് നമ്പർ ഈസ് റിപ്ലേസ്ഡ് ബൈ ജി ആർ. ഓക്കെ, അഥവാ ഗ്രാഷ് ഓഫ് നമ്പറായിട്ട് റിപ്ലേസ് ചെയ്തു. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഗ്രാഷ് ഓഫ് നമ്പറാണ് കാണേണ്ടത്. എന്നിട്ട് ഇവിടെ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ആരാണ്? അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ജി ആർ ഇൻറ്റു പി ആർ ഷുഡ് ബി ലെസ് ദാൻ 10⁹ ആണെങ്കിലാണ് ലാമിനാർ ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെയും നസൾട്ട് നമ്പറിന് കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് ഓരോരോ കേസിനനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം. അവറേജ് നസൾട്ട് നമ്പർ കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്, 4/3 NUL. അത് മറ്റേ കേസിൽ ഞാൻ പറയാൻ വിട്ടുപോയി. മറ്റേ കേസിൽ അത് 2 NUL ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇൻറ്റേർണൽ ഫ്ലോൻ്റെ കേസിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇൻറ്റേർണൽ ഫ്ലോൻ്റെ കേസിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂസ് ഡിഫറൻ്റ് ആണ് കേട്ടോ. ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ഇൻറ്റേർണൽ ഫ്ലോയും എക്സ്റ്റേർണൽ ഫ്ലോയും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. എക്സ്റ്റേർണൽ ഫ്ലോൻ്റെ കേസിൽ നമ്മൾ 5 × 10⁵ ആണ് യൂസ് ചെയ്തത്. പക്ഷേ ഇൻറ്റേർണൽ ഫ്ലോൻ്റെ കേസിൽ അത് 2300 ആണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 2300 താഴെയാണെങ്കിലാണ് നമ്മൾ ലാമിനാർ ആയിട്ട് എടുക്കുന്നത്. 2300 മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ടർബുലൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കമ്മിങ് ബാക്ക് ടു ഫ്രീ കൺവെക്ഷൻ. ഫ്രീ കൺവെക്ഷനിൽ എഗെയിൻ നിങ്ങൾക്ക് അടുത്ത പേജിൽ ഇവിടെ ടർബുലൻറ്റിൻ്റെ കേസ് ഉണ്ട്. ടർബുലൻറ്റിൻ്റെ കേസ് ഉണ്ട്. അതിൽ ജി ആർ പി ആറിൻ്റെ വാല്യൂ 10⁹ കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നസൾട്ട് നമ്പറിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതേപോലെ ഹൊറിസോണ്ടൽ പ്ലേറ്റിൻ്റെ കേസ് ഇവിടെ തന്നിട്ടുണ്ട് ടർബുലൻ്റ് കേസിൽ. ആൻഡ് ഇൻക്ലൈൻ പ്ലേറ്റ് കുറേ ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് അങ്ങനെ ആവശ്യം വരാറില്ല. ഇൻ കേസ് തരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡാറ്റ ബുക്ക് തപ്പുക. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ സിലിണ്ടറിൻ്റെ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കി. അപ്പോൾ ഇവിടെയൊക്കെ നസൾട്ട് നമ്പറിന് നമുക്ക് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അത് നാച്ചുറൽ കൺവെക്ഷൻ ആണെങ്കിലും ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണെങ്കിലും നമുക്ക് പല പല ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ കൺവെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ 113ാമത്തെ പേജ് മുതൽ നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 തവണ ഓരോ കേസുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് എവിടൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഒരു ജനറൽ അവയർനെസ് ഉണ്ടാക്കി വെക്കുക. എല്ലാ കേസിൽ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം ഡാറ്റ ബുക്കിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻസ് കൺഫ്യൂഷൻ ആവുകയാണ്, അഥവാ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഡൗട്ട് വരും. കാരണം ഡാറ്റ ബുക്കിൽ ഒരു കേസിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് ചെയ്യാം, വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ലുക്ക് അറ്റ് ദി പ്രോബ്ലം ഡിസ്ക്രിപ്ഷൻ. എ സ്ക്വയർ സിലിക്കൺ ചിപ്പ് ഇസ് ഇൻസുലേറ്റഡ് ഓൺ വൺ സൈഡ് ആൻഡ് കൂൾഡ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് by atmospheric air in parallel flow at U infinity is equal to 20 m/s and T infinity is 24 degrees Celsius. When in use, electrical power dissipation within the chip maintains uniform heat flux. ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. At the cooled surface, if the chip temperature may not exceed 80 degrees Celsius at any point on its surface, that means അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എല്ലാം ഡിസിപ്പേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, എന്നാലും നമുക്ക് ഇത് 80 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്ട് ഈസ് ദി മാക്സിമം അലവബിൾ പവർ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി മാക്സിമം അലവബിൾ പവർ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ I have write down all the given data here. So we have given the dimensions of the chip. So we can find the area. അപ്പോൾ ഏരിയ ഞാൻ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. You have given the free stream velocity and temperature. And surface temperature is 80 degrees Celsius. Okay, so first thing we have to do is we have to find the mean film temperature. Okay, mean film temperature നമ്മൾ ആദ്യം തന്നെ കണ്ടുവെക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 52 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. അപ്പോൾ ഈ ടെമ്പറേച്ചറിലാണ് നമ്മൾ പ്രോപ്പർട്ടി വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സിൻസ് വെലോസിറ്റി ഈസ് ഗിവൺ ഹിയർ, we have clear that it is a case of forced convection. Okay,
But next we have to determine whether the flow is laminar or turbulent. Okay, so for that we have to find the value of Reynolds number. So I have write down the equation of Reynolds number. So here we have given the value of U and L. So we can substitute that value. See, we have to find the value of nu, that is the kinematic viscosity from the data book corresponding to 52 degrees Celsius. So you look at the data book here. ഡാറ്റ ബുക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 50 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 52 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി കാണണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻ്റർപോളേറ്റ്. ഓക്കെ, അപ്പോൾ ഇൻ്റർപോളേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡൗട്ടുള്ളവർ ആ ലെക്ചർ പോയി കാണാം. ഓക്കെ, അപ്പോൾ 52 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് 18.154 ഇൻറ്റു 10⁻⁻6. സി, നിങ്ങൾ ഈ വാല്യൂ നോക്കൂ. 50ൻ്റെ വാല്യൂ 17.95ഉം 60ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 18.97 ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുക. ആൻഡ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂന് ക്ലോസ് ആണ്. കാരണം നമുക്ക് കാണുന്നത് 52നാണ്, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് വേണം എല്ലാ പ്രോപ്പർട്ടി വാല്യൂസും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാനതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ എനിക്ക് 11,017 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ലെസ് ദാൻ 5 × 10⁻5. ഓക്കെ, ഇപ്പോൾ എക്സ്റ്റേണൽ ഫ്ലോൻ്റെ കേസിൽ നമുക്ക് ലാമിനാർ ഫ്ലോൻ്റെ റേഞ്ച് നമുക്കറിയാം. അത് എത്രയാണ്? 5 × 10⁻5 ആണ്. അതിനേക്കാളും കുറവാണ്. സോ ദ ഫ്ലോ ഈസ് ലാമിനാർ ഹിയർ. See, once you have found the value of Reynolds number and Prandtl number, we have to find Nusselt number. അപ്പോൾ നസൾട്ട് നമ്പറിന് നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് യൂണിഫോം ഹീറ്റ് ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫ്ലോൻ്റെ കേസിൽ ലാമിനാർ ഫ്ലോയിൽ നമുക്ക് 2 ഇക്വേഷൻസാണ് മേജർ ആയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് കോൺസ്റ്റൻറ്റ് വാൾ ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ്റ് വാൾ ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സ് ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട, ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇതല്ല യൂസ് ചെയ്യേണ്ടത്, ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, so I have write down the equation of Nusselt number. This is also write down from the data book. Okay, now we can substitute the value of Reynolds number and Prandtl number. So we will get the ലോക്കൽ നെസൽട്ട് നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് NUX എന്നാണ്. NUX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ലോക്കൽ നെസൽട്ട് നമ്പർ. അതിനെ അവറേജ് വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നെക്സ്റ്റ് പേജിൽ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അവറേജ് വാല്യൂസ് ഫോർ കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സ് ഓർ കോൺസ്റ്റൻറ്റ് വാൾ ടെമ്പറേച്ചർ. 2 കേസിലും നമ്മൾ NUX കണ്ടു കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അവറേജ് നെസൽട്ട് നമ്പർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാട്ടോ. ഓക്കെ, അപ്പോൾ ഈ അവറേജ് നെസൽട്ട് നമ്പർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നെസൽട്ട് നമ്പർ NUL കണ്ടതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് അവറേജ് നെസൽട്ട് നമ്പർ. ഓക്കെ, അപ്പോൾ ഈ അവറേജ് നെസൽട്ട് നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെസൽട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് HL/K. നമുക്കിവിടെ നെസൽട്ട് നമ്പറിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, നെസൽട്ട് നമ്പറിന് HL/K എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ലോക്കൽ നെസൽട്ട് നമ്പറാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ചില പ്രോബ്ലത്തിൽ നമ്മളോട് സെപ്പറേറ്റ് ആയിട്ട് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കാണാനും പറയും, അതേപോലെ അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കാണാനും പറയും. അപ്പോൾ നമ്മൾ 2 രീതിയിലും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, NUX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും വേണം, NUL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് NUL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് H ആയിരിക്കും. നമ്മളെപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ കാണാനല്ല അവറേജ് വാല്യൂ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, നോട്ട് ദി ലോക്കൽ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ H ഇതിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. കാരണം L നമുക്കറിയാം, K നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡാറ്റ ബുക്കിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാം, പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇൻ്റർപോളേറ്റ് ചെയ്ത ശേഷമാണ് Kയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Kയുടെ വാല്യൂ ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് H. ആ H നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷനിൽ, അഥവാ ദിസ് ഈസ് നത്തിങ് ബട്ട് ദി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ 1.34 വാട്ട് എന്ന് കിട്ടും. See, again we are going to discuss another university problem. So look at the problem description. A vertical plate 1 meter wide and 20 centimeter high is at a temperature of 100 degrees Celsius and rests in still air at 1 bar and 20 degrees Celsius. Determine, question number 1, the boundary layer thickness at 10 centimeter from the leading edge.
Question number 2, the local heat transfer coefficient at 10 centimeter from the leading edge. And question number 3, the average heat transfer coefficient over the entire length of the plate. Okay, so all of you please read the question very carefully. See, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ പ്രോബ്ലം നാച്ചുറൽ കൺവെക്ഷൻ ആണോ അതോ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണോ എന്നുള്ളതാണ്. സി ഈ പ്രോബ്ലത്തിൽ നമ്മൾ തന്നിട്ടുള്ള ഡാറ്റ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ വെലോസിറ്റി നമുക്ക് തന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഇത് നാച്ചുറൽ കൺവെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നാച്ചുറൽ കൺവെക്ഷൻ്റെ ഇക്വേഷൻസ് ആണ് ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ തന്നിട്ടുള്ള ഡാറ്റാസ് എല്ലാം എടുത്ത് എഴുതിയിട്ടുണ്ട്. വി ഹാവ് ഗിവൺ ദി വിഡ്ത്ത് 1 meter, height 20 centimeter, that is 0.2 meter, and surface temperature is 100 degrees Celsius, pressure is 1 bar, free stream temperature is 20 degrees Celsius. That means we have to find the mean fluid velocity as Ts plus T infinity divided by 2, so that will get as 60 degree. Okay, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെ. Now we have to find boundary layer thickness at 10 centimeter. That means at x equal to 10 centimeter. ഓക്കെ, അപ്പോൾ ഇവിടെ ബൗണ്ടറി ലെയർ ഇത് വെർട്ടിക്കൽ പ്ലേറ്റ് ആണ് ആൻഡ് പ്ലേറ്റിൻ്റെ ഹൈറ്റ് 20 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 1 മീറ്ററുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത് ബോട്ടത്തു നിന്ന് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ബോട്ടത്തു നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് ബൗണ്ടറി ലെയറിൻ്റെ തിക്നെസ് കൂടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് ബൗണ്ടറി ലെയർ തിക്നെസ് അറ്റ് എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അതേപോലെ ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ അറ്റ് എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി average heat transfer coefficient considering the entire height. That means 20 centimeter consider ചെയ്തിട്ട് നമ്മൾ average heat transfer coefficient കണ്ടുപിടിക്കണം. Now the first step is to identify whether the flow is laminar or turbulent. So for that we need to evaluate the product of GR and PR. If the product of GR and PR is less than 10 power 9, then we can say the flow is laminar. Okay, so we can write the GR equation as well from the data book. So I have write down the equation of Grashof number. So it is given as G beta x cube delta T divided by nu square. Now we can find all the property values corresponding to 60 degree from the data book. So I have write down all the property values required here. That is PR, kinematic viscosity, and K, thermal conductivity K. Okay, so here in this equation there is a term beta. Beta is nothing but 1 by T, which is also given here in the data book. Use beta is equal to 1 by T, but we have to take care here T should be in Kelvin. Okay, since we have to find the local heat transfer coefficient at x equal to 10 centimeter and also the average heat transfer coefficient at x equal to 20 centimeter, here we have to evaluate Grashof number also at x equal to 10 centimeter and at x equal to 20 centimeter, because Grashof number ഇക്വേഷനിൽ എക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് വാല്യൂം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ രണ്ടും ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ എക്സ് 10 ആകുമ്പോൾ ഗ്രാഷോഫ് നമ്പറിൻ്റെ വാല്യൂ ഇതാണ്, എക്സ് 20 ആകുമ്പോൾ ഗ്രാഷോഫ് നമ്പറിൻ്റെ വാല്യൂ ഇതാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് GRL ആൻഡ് PR. Okay, so that I got as 3.6 into 10 power 7, which is less than 10 power 9. Okay, that means the flow is laminar here. Okay, so therefore we can take the flow as laminar in this case. See, next നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് വെൻ എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. സോ ഞാനിവിടെ ബൗണ്ടറി ലെയർ തിക്നെസ്സിൻ്റെ ഇക്വേഷൻ ഡാറ്റാ ബുക്കിൽ നിന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഫ്രീ കൺവെക്ഷൻ്റെ ഇക്വേഷൻസ് ഒക്കെ വരുന്നതിൻ്റെ ഡയറക്റ്റ് താഴെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ എടുത്തെഴുതുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, PR-ൻ്റെ വാല്യൂ 0.696 ആണ്. GR-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്ററിൻ്റെ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ GRX നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ കൊടുത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഗ്രാഷോഫ് നമ്പറാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ 0.0105 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡാറ്റാ ബുക്കിൽ വേറൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇഫ് യു ഓൾറെഡി നോ ദി വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് യു ക്യാൻ ഫൈൻഡ് HX ഡയറക്ട്ലി ഫ്രം ദർ. അഥവാ HX ഈക്വൽ ടു 2K ബൈ ഡെൽറ്റ എക്സ് ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, ആ ഇക്വേഷൻ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് നമുക്ക് എന്ത് കാണാൻ പറ്റും, ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ വേണ്ടത് ഡെൽറ്റ എക്സ് നമുക്ക് ഓൾറെഡി അറിയാം, ആകെ ഇനി ഇവിടെ വേണ്ടത് K വാല്യൂ ആണ്, തെർമൽ കണ്ടക്ടിവിറ്റി. അത് നമ്മൾ പ്രോപ്പർട്ടി ടേബിളിൽ നിന്ന് ഓൾറെഡി ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ്. അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അവറേജ് നസൽട്ട് നമ്പറിൻ്റെ വാല്യൂ അറിയണം, അഥവാ NuL ബാറിൻ്റെ വാല്യൂ അറിയണം, അവറേജ് നസൽട്ട് നമ്പർ. അവറേജ് നസൽട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ അഗെയിൻ ഡാറ്റ ബുക്കിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4/3 NuL. ദാറ്റ് മീൻസ് നമുക്ക് ആദ്യം NuL കിട്ടണം. NuL നമുക്ക് എവിടെ നിന്ന് കിട്ടുക? NuL എന്ന് പറഞ്ഞാൽ എക്സിന് 20 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് നമ്മൾ NuX സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ NuXൻ്റെ ഇക്വേഷൻ വേറെ തന്നിട്ടുണ്ട് കേട്ടോ. ഫോർ കോൺസ്റ്റൻറ്റ് വോൾ ടെമ്പറേച്ചർ NuX is equal to ഒരു വലിയൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനും ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് NuL വേണം. അപ്പോൾ NuL കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ PR-ൻ്റെ വാല്യൂവിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ GR കാണുമ്പോൾ GRL ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ 5.24 × 10⁻7 ആയിരിക്കണം. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NuL കിട്ടും. അതിനെ 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവറേജ് നസൽട്ട് നമ്പർ കിട്ടും. ആൻഡ് ഇതിനെ നമ്മൾ HL/K അഥവാ നസൽട്ട് നമ്പറിൻ്റെ ഇക്വേഷനാണ് നമുക്കറിയാം. HL/K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് H ബാർ ആയിരിക്കും. ദാറ്റ് ഈസ് ദി അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, യൂഷ്വലി ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ഒക്കെ കേസിൽ നമ്മളോട് ചോദിക്കുന്നത് ഒന്നെങ്കിൽ ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കാണാൻ, അല്ലെങ്കിൽ അവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കാണാനൊക്കെ ആയിരിക്കും. ഓക്കെ, പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ചില പ്രോബ്ലത്തിൽ നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ബൗണ്ടറി ലെയർ തിക്നെസ്, ലോക്കൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് ഷിയർ സ്ട്രെസ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. ഐ വിൽ ഷോ യു ഇറ്റ് ജസ്റ്റ്. ഓക്കെ, ഈ പേജ് നമ്പർ 113 ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ΔHx. ΔHx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ, ദാറ്റ് ഈസ് എ വെലോസിറ്റി ബൗണ്ടറി ലെയർ. ഓക്കെ, അതിൻ്റെ താഴെ നിങ്ങൾക്ക് ΔTx, ദാറ്റ് ഈസ് എ തെർമൽ ബൗണ്ടറി ലെയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസ് നമുക്കത് റെയ്നോൾഡ്സ് നമ്പർ അറിഞ്ഞാൽ മതി, പ്രാൻറ്റൽ നമ്പർ അറിഞ്ഞാൽ മതി. ΔX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് തിക്നെസ്. അത് സാധാരണ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ΔIx ഇസ് ദി മൊമെൻറ്റം തിക്നെസ് അറ്റ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. ആൻഡ് CFX എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോക്കൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് സാധാരണ ചോദിക്കാറുണ്ട്. അതേപോലെ അവറേജ് ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് സാധാരണ ഷിയർ സ്ട്രെസ് ചോദിക്കാറുണ്ട്, ഞാനിവിടെ എഴുതിയിട്ടില്ലേ. അപ്പോൾ ഈ ഷിയർ സ്ട്രെസ്, ടോട്ടൽ ഷിയർ സ്ട്രെസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അഥവാ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റിനെ ½ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഷിയർ സ്ട്രെസ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഈ ഇക്വേഷൻസൊക്കെ നമ്മൾ പണ്ട് ഫ്ലൂയിഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ഈ ഇക്വേഷനും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. CFX is equal to ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ½ അപ്പോൾ ഷിയർ സ്ട്രെസ് കാണാൻ എന്ത് ചെയ്താൽ മതി? CFX × ½ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ് അങ്ങനെയാണ് കാണേണ്ടത്. ഫ്രം ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ് നമ്മൾ ഷിയർ സ്ട്രെസ് കാണുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ്, ഷിയർ സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രാഗ് ഫോഴ്സ് എങ്ങനെ കാണുക? അതിനെ കറസ്പോണ്ടിങ് ഏരിയ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ശ്രദ്ധിക്കാം, ഇപ്പോൾ ചില കേസിൽ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ നമ്മൾ ഒരു സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ചില പ്രോബ്ലത്തിൽ നമ്മൾ 2 സൈഡും കൺസിഡർ ചെയ്യും. അപ്പോൾ 2 സൈഡും കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 സൈഡിലും കൂടിയും ടോട്ടൽ ഏരിയ കൊണ്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് തെർമൽ ബൗണ്ടറി ലെയർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഞാൻ അതിൻ്റെ പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം അത് ഡാറ്റ ബുക്കിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ഇനി ഞാൻ നിങ്ങൾക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് നമ്മൾ പ്രോപ്പർട്ടി വാല്യൂസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. Okay, all these property values are evaluated based on 1 atmospheric pressure. 1 atmospheric pressure corresponding ആയിട്ടാണ് ഈ property values എല്ലാം calculate ചെയ്തിരിക്കുന്നത്. Okay, അപ്പോൾ ഇവിടെ അതിൻ്റെ താഴെ തന്നെ ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾ വായിച്ചു നോക്കുക. For gases K, Cp, mu and Pr may be taken as not sensitive to pressure. അഥവാ ഇവിടെ 1 atm പകരം ഇപ്പോൾ 80 kPa ആയാലും അവിടെ ഈ വാല്യൂസിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. But alpha, nu and rho should be corrected for pressure by calculating the value of rho at that pressure. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സാധാരണ കാൽക്കുലേഷനിൽ ന്യൂ എടുക്കാറുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ കാണുമ്പോൾ ന്യൂ കൈനമാറ്റിക് വിസ്കോസിറ്റി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്യണം? നമ്മൾ ഡെൻസിറ്റിയുടെ വാല്യൂ പ്രഷറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി നമ്മൾ ആദ്യം പ്രഷറിനനുസരിച്ച് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഡെൻസിറ്റി മാത്രമേ കറക്റ്റ് ചെയ്യേണ്ടുള്ളൂ. ഡെൻസിറ്റി കറക്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്തുകൂടിയും കറക്റ്റ് ചെയ്യണം, കൈനമാറ്റിക് വിസ്കോസിറ്റി കൂടിയും കറക്റ്റ് ചെയ്യണം. ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV is equal to MRT. അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ഈ വീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്തായി, മാസ് ബൈ വോളിയായി. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൻസിറ്റി. So we got P is equal to rho into RT. So from this we can write rho as P by RT. But density കാണാനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് എന്ത്, പ്രഷർ ബൈ RT. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോസ് ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് 1 ATM എന്ന് തരുന്നതിന് പകരം നമുക്ക് ഒരു പ്രോബ്ലത്തിൽ സപ്പോസ് നമുക്ക് ഇങ്ങനെ തന്നു 80 കിലോ പാസ്കൽ തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രഷറിൻ്റെ വാല്യൂ എന്ത് കൊടുക്കാം, 80 into 10 power 3, കാരണം പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കൊടുക്കാൻ. ഓക്കെ, ഡിവൈഡഡ് ബൈ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 287 ആൻഡ് ദി ടെമ്പറേച്ചർ ഓഫ് എയർ സപ്പോസ് 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടെമ്പറേച്ചർ ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ കെൽവിൻ, ദാറ്റ് ഈസ് 273 + 20. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൻസിറ്റി കിട്ടും. ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് കാണാൻ പറ്റും, കൈനമാറ്റിക് വിസ്കോസിറ്റി ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് മ്യൂ ബൈ റോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഫോർ ദ ടൈം ബീയിങ് ഞാൻ ഇനി കൂടുതൽ പ്രോബ്ലംസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ജനറൽ പ്രൊസീജിയർ നമുക്ക് ഏത് കേസ് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ആണ്. ഓൺലി തിങ് ഈസ് നെസൽട്ട് നമ്പറിൻ്റെ ഇക്വേഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി സിലിണ്ടറിൻ്റെ പ്രോബ്ലംസ്, അതേപോലെ സ്ഫിയറിൻ്റെ പ്രോബ്ലംസ്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് പോയിട്ട് വർക്കൗട്ട് ചെയ്യുക. അവിടെയൊക്കെ നെസൽട്ട് നമ്പർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. Okay, so I hope you all like this lecture. So if you found this lecture useful, consider subscribing and click the bell icon for getting further updates, and don't forget to share it with your friends so that they can also learn online. Thank you for watching.